എല്ലാവർക്കും സുല ലൈഫിൻ്റെ ഇന്നത്തെ പുതിയൊരു ദിവസത്തിലേക്ക് സ്വാഗതം. ഇന്ന് ഞങ്ങൾ ഇന്നത്തെ ഞങ്ങളുടെ യാത്ര യൂറോപ്പിലെ 3 മനോഹരമായ രാജ്യങ്ങളിലൂടെയാണ് കേട്ടോ. ഞങ്ങൾ രാജ്യങ്ങളിൽ കൂടെയാണ് ഞങ്ങളിന്ന് കടന്നു പോകുന്നത്. അപ്പോൾ ഞങ്ങൾ സ്വിറ്റ്സർലൻഡിൽ നിന്നാണ് ഇന്ന് യാത്ര തിരിക്കണം. എന്നിട്ട് അവിടെ നിന്നിട്ട് സ്വിറ്റ്സർലൻഡിൽ നിന്ന് യാത്ര ആരംഭിച്ചിട്ട് പിന്നെ ഞങ്ങൾ വേൾഡിലെ ഏറ്റവും ചെറിയ രാജ്യമായ സ്റ്റൈൻലി അങ്ങനെ എന്തോ ഒന്നുകൊണ്ട് പ്രൊനൗൺസിയേഷൻ എനിക്കറിയില്ല. അവിടുത്തെ അങ്ങനത്തെ ചെറിയൊരു രാജ്യത്തിലേക്കാണ് കേട്ടോ ഞങ്ങൾ പോണത്. അത് ആ രാജ്യത്തിൽ ഞങ്ങൾ പോയി അവിടുത്തെ കാഴ്ചകളും അവിടുത്തെ എന്ത് രസമാണെന്നറിയാം. പിന്നെ ബസ്സിൽ ഞങ്ങളിങ്ങനെ പോകുന്ന വഴിയാണ് ഈ കാണുന്നതൊക്കെ നിങ്ങൾ. പിന്നെ യൂറോപ്പിൽ കുറേ ടണലുകളുണ്ട്. ടണലിൽ കൂടിയാണ് നമ്മളിങ്ങനെ ഒരു രാജ്യത്തേക്ക് പോകുമ്പോൾ കുറേ ഇഷ്ടംപോലെ ടണലുകളുണ്ട്. ഇങ്ങനെ ഞങ്ങൾ സ്ഥലത്തെത്തി. പിന്നെ ഞങ്ങൾ അവിടെ പോയി കഴിഞ്ഞു. അത് കഴിഞ്ഞത് ഞങ്ങളുടെ ഭക്ഷണങ്ങൾ നോക്കിക്കോ, ലഞ്ചും ഡിന്നറും ഇതൊക്കെ എന്തായിരിക്കും എന്നറിയോ, അത് പറയാണ്ടിരിക്കാൻ പറ്റില്ല. എല്ലാ ദിവസത്തെയും പറയണം, നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവുണ്ടാവും. ഇത് ചൈനീസൊക്കെ ആയിരുന്നു കേട്ടോ ഞങ്ങളുടെ ഉച്ചക്കലത്തെ ലഞ്ചായിരുന്നു ഇത്. പിന്നെ ഞങ്ങൾ എവിടേക്കാണ് പോയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ വേറൊരു നഗരം എന്ന് പറയുന്നത് ലിച്ചൻസ്റ്റൈനിൽ ഞങ്ങൾ ആൽപ്സ് മലനിരകളിൽ കാണാനായിട്ട് പോയി. ഓസ്ട്രിയയിൽ ആൽപ്സ് മലനിരകളിലുള്ള ഓസ്ട്രിയയിലെ ഇൻസ്ബ്രുക്കിലേക്ക് പിന്നെ ഞങ്ങൾ പോയി. അവിടുത്തെ സ്ഥലങ്ങളും അവിടുത്തെ ചരിത്രപ്രധാനമായ ഇതുകളും കണ്ടു. എന്നിട്ട് അതിൻ്റെ പേര് ലിച്ചൻസിൻ്റെ തലസ്ഥാനമായ വഡൂസിലേക്ക് ഞങ്ങൾ പോയി. വഡൂസ് ഒരു ചെറിയ സ്ഥലമാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഉണ്ടല്ലോ, അവിടുത്തെ കാഴ്ചകൾ അവിടുത്തെ ഇതുകൾ കാണാൻ നല്ല ഭംഗിയാണ്. അവിടുത്തെ പണ്ടത്തെ ചരിത്രപ്രസിദ്ധമായ ഓരോ സ്ഥലങ്ങളും ഇതൊക്കെ രസമാണ് അത് കാണാൻ വേണ്ടിയിട്ട്. ആ സ്ഥലം ബ്രൂക്കിൻ്റെ പഴയ നഗരത്തിലൂടെ നഗരങ്ങളിലൂടെ ഞങ്ങളിങ്ങനെ നടന്നു. അപ്പോൾ അതിൻ്റെ നദികളുടെ മുകളിൽ കൂടെ പാലത്തും കൂടെയൊക്കെ നടന്നു. അതൊക്കെ കാണാൻ നല്ല രസമായിരുന്നു. ആ പാലമൊക്കെ നമ്മുടെ പഴയ അവരുടെ ഒരു പ്രശസ്തമായ പിന്നെ അവർ ഗോൾഡൻ റൂഫ് കണ്ടു. അതിൽ നടക്കുമ്പോൾ നമ്മൾ ഏകദേശം 2657 സ്വർണ്ണ നിറമുള്ള ചെമ്പ് ടൈലുകൾ കൊണ്ട് നിർമ്മിച്ചതൊക്കെ ആയിരുന്നു കേട്ടോ ആ റൂഫൊക്കെ. അതിൽ കൂടെ നടന്നു. അതിനുശേഷം ഞങ്ങൾ സൊരസ്കിയുടെ അതിൻ്റെ ഒരു മ്യൂസിയം, ഒരു ഷോപ്പിൽ സന്ദർശിക്കാൻ പോയി. അപ്പം അതിൻ്റെ ഉള്ളിൽ പല അതുകളൊക്കെ ഉണ്ടായിരുന്നു. ഒരു മ്യൂസിയം പോലെ അവർ ഓരോന്നൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. ഇതിൻ്റെ അങ്ങനത്തെ ഇതൊക്കെ ഉണ്ടായിരുന്നു. ഇങ്ങനെ അതൊക്കെ ഞങ്ങൾ കണ്ടു. അവിടെ പോയിട്ട് സൊരസ്കിയുടെ അവിടെ പോയിട്ടൊക്കെ അതിനുശേഷം ഞങ്ങൾ ഹോട്ടലിലെത്തി. ഡിന്നറൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ ഹോട്ടലിൽ എത്തി. ഇൻസ്ബ്രൂക്കിൽ തന്നെയുള്ള ഹോട്ടലിൽ ഞങ്ങളെത്തി. അവിടെയാണ് ഞങ്ങൾ ഇന്നത്തെ താമസം. അപ്പോൾ ഹോട്ടലിലെത്തിയിട്ട് ഞങ്ങൾ